പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ആറുമുഖൻ പത്തുചിറ. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളിൽ ഏറ്റവും ക്രൂരമായതാണ് കൂടാലിൽ സംഭവിച്ചിട്ടുള്ള പോലീസിൻ്റെ അതിക്രമം. മൂന്നാം മുറയടക്കമുള്ള ക്രൂരമായ പോലീസ് മുറകളാണ്, നിരോധിക്കപ്പെട്ടിട്ടുള്ള പോലീസ് മുറകളാണ് വിദ്യാർത്ഥികൾക്ക് എതിരായിട്ട് പോലീസ് നടത്തിയിട്ടുള്ളത്. നരനായാട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പെൺകുട്ടിയുടെ വ്യാജ ലൈംഗിക ആരോപണ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു ശാസ്ത്രീയമായ അന്വേഷണവും നടത്താതെ പോലീസ് ഈ പ്രതികളെ എന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊരു കാര്യം മനസ്സിലാകേണ്ടത്, LDF വന്നാലും UDF വന്നാലും അത് NDA വന്നാലും ഏത് കക്ഷികൾ വന്നാലും എത്ര പോലീസിനെ ജനകീയമാക്കാൻ ശ്രമിച്ചാലും പോലീസിനൊരു സ്വഭാവമുണ്ട്, പോലീസിൻ്റെ സ്വഭാവം. ആ പോലീസ് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസ് കോഡാണ്. ഈ കോഡ് മാറ്റം വരുത്താതെ ഈ പോലീസിൻ്റെ സ്വഭാവം മാറില്ല. അത് എത്ര വലിയ ജനകീയ സർക്കാർ വന്നാലും എത്ര വലിയ ജനകീയമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രി വന്നിട്ടായാലും ഈ പോലീസിൻ്റെ ഈ പ്രവർത്തന രീതിയും സ്വഭാവവും മാറ്റാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസ് കോഡാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് അത് സമയബന്ധിതമായി കാലാനുസൃതമായി ഈ പോലീസ് കോഡ് പരിഷ്കരിക്കണം. അത് ഇന്ത്യ ഒട്ടുക്ക് നടക്കേണ്ട ഒരു സമൂലമായ പരിവർത്തനമാണ്. അത് കേരളത്തിൽ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. അത് നടത്താത്തത് കൊണ്ടുള്ള അതിൻ്റെ പ്രത്യാഘാതമാണ് നടക്കുന്നത്. നമ്മൾ നിത്യേന ഈ പോലീസ് മർദ്ദനത്തെ സംബന്ധിച്ച്, പോലീസ് പീഡനത്തെ സംബന്ധിച്ച് നിത്യേന നമ്മൾ കേരളത്തിൽ നിരവധി പരാതികൾ കേൾക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ട് ഈ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാറില്ല. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായാലും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായാലും ഇത് പല്ലുപോയ സിംഹം പോലെയാണ് മനുഷ്യാവകാശ കമ്മീഷനുകൾ. ഈ കമ്മീഷനുകളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഈ പറയുന്ന സംവിധാനം, ഭരണ സംവിധാനം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പോലീസ് അട്രോസിറ്റി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെയധികം വർദ്ധിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സമൂലമായ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് പൊതുജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായ അഭിപ്രായ സ്വരൂപം ഉണ്ടായാൽ മാത്രമേ കഴിയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, പോലീസ് അട്രോസിറ്റിക്ക് എതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ പൊതുജനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇതിനെതിരെ നിരന്തരം സംസാരിക്കുകയും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും